ഞാൻ ഇതില് ഈ ഒരു ലേഖനം കൂടെ ഈ ഒരു ആരാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗമെന്നുള്ള നമ്മുടെ പാരമ്പര്യം 3 കുറിച്ചുള്ള ബിൽ വിൽസന്റെ ഈ കുറിപ്പ്, അത് നമുക്കത് ആ കുറിപ്പാണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഷെയറിങ്ങിനും ഡിസ്കഷനും വേണ്ടി എടുക്കുന്നത്. ബാക്കിയുള്ളത് ഒരുപക്ഷെ ഗ്രൂപ്പിലെ സേവകർ പറയുന്ന മുറയ്ക്ക് ഞാനോ ആരെങ്കിലും ഏതെങ്കിലും ഒരു അംഗമോ അത് എന്തായാലും റെഗുലറായിട്ട് അത് ഉണ്ടാവും. ആരാണ് ഒരു അംഗം? ഗ്രേപ്പ് വൈനിൽ ബിൽ വിൽസൺ എഴുതിയ ഈ ലേഖനം, ഇതിൽ നിന്നാണ് 3-ാം പാരമ്പര്യം വളർന്നു വന്നത്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഗ്രന്ഥത്തിലെ ഫസ്റ്റ് എഡിഷൻ അതിൽ അംഗത്വത്തെക്കുറിച്ച് ഒരു ചുരുക്ക പ്രസ്താവന നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കുടി നിർത്തണമെന്നുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള സത്യസന്ധമായ ആഗ്രഹം വേണം. അപ്പോ അത് ആ ഒരു പ്രസ്താവന, the only requirement for membership is a honest desire to stop drinking എന്നുള്ളതാണ്. അത് നമുക്ക് നമ്മളിപ്പോ ഷെയർ ചെയ്യുന്നത്, നമ്മളിപ്പോ വായിക്കുന്നത് ബിൽ വിൽസൺ 1946 എഴുതിയ സംഭവമാണ്. അപ്പോ ഒന്നാമത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ ബേസിക് ടെക്സ്റ്റിന്റെ 1-ാമത്തെ എഡിഷനിൽ അംഗത്വത്തെ കുറിച്ച് ഒരു ചുരുക്ക പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ കുടി നിർത്തണമെന്നുള്ള ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം വേണം. അതുപോലെ തന്നെ ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക വിശ്വാസം, വിഭാഗം, ഗ്രൂപ്പ് ഇതിലില്ല. ഞങ്ങൾ ആരെയും എതിർക്കുന്നില്ല. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് സഹായകരമായി നിൽക്കണമെന്നാണ് ആഗ്രഹം. 1939 ഞങ്ങളുടെ ഭാവം ഇങ്ങനെയായിരുന്നു. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് ഇറങ്ങിയപ്പോ യുടെ പഴമക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്, ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത്, അന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസ് ഇതായിരുന്നു കാഴ്ചപ്പാട്. അതിനുശേഷം അംഗത്വത്തെക്കുറിച്ച് എല്ലാ തരം പരീക്ഷണങ്ങളും ശ്രമിച്ചു. അംഗത്വ നിയമങ്ങളുടെ അതിനുശേഷം അംഗത്വത്തെക്കുറിച്ചുള്ള എല്ലാ തരം പരീക്ഷണങ്ങളും ശ്രമിച്ചു. അംഗത്വ നിയമങ്ങളും അതിൻ്റെ എണ്ണം, എല്ലാ നിയമങ്ങളും താൽക്കാലികമായിട്ട് തകർന്നുപോയി. ബാക്കി അതോടൊപ്പം തന്നെ ഈ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി. വ്യത്യസ്തമായിട്ടുള്ള എത്രയോ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആ നിയമങ്ങളൊന്നും തന്നെ ഒരു ഗുണവും വന്നില്ല. അപ്പോ ഞങ്ങളുടെ മേല് ബിൽ വിൽസൺ പറയുന്നത്, ഞങ്ങളുടെ മേൽ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള സമ്മർദ്ദം വരുത്തി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രൂപ്പുകൾ അംഗത്വത്തെക്കുറിച്ചുള്ള ഒട്ടേറെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വന്നു. അപ്പോ അത് ബിൽ വിൽസൺ ഇവിടെ എഴുതിയിരിക്കുന്നത്, അത്തരത്തിലുള്ള അംഗത്വത്തെക്കുറിച്ചുള്ള നിയമങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെ നല്ല അംഗങ്ങളുടെ, പഴമക്കാരായിട്ടുള്ള അംഗങ്ങളുടെ 10-9 പേർക്കും എയിൽ കയറി വരാൻ പറ്റൂലായിരുന്നു. കാരണം ആ തരത്തിലുള്ള മെമ്പർഷിപ്പ് റൂൾസ് ആയിരുന്നു അന്ന് വിഭാവനം ചെയ്തത്. അതുകൊണ്ട് അത്തരത്തില് ഗ്രൂപ്പുകളുടെ സമ്മർദ്ദം ഈ ഓൾ ടൈമേഴ്സിന് ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത്, ഞങ്ങളുടെ മേൽ പലപ്പോഴും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിലുള്ള സമ്മർദ്ദം വരുത്തി വെച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ പഴയ അംഗങ്ങളെയും പുറത്തേക്ക് എറിഞ്ഞു കളയേണ്ടി വരുമായിരുന്നു. കാരണം ഇടയ്ക്കിടെ സ്ലിപ്പാകുന്നവരുണ്ട്. നോക്കിക്കോണം, നിയമത്തിന്റെ അതുപോലെ തന്നെ സദാചാരപരമായി മോശം കണ്ടീഷനിലുള്ള, ഇവിടെ പറയുന്നത് വളരെ ടു ബാഡ് എന്നുള്ള അവസ്ഥയിൽ മാനസിക പ്രശ്നമുള്ളവരും കൂടെ ഉണ്ട്. മാനസിക പ്രശ്നവും അതിൻ്റെ കൂടെ കുടിപ്രശ്നവും ഉള്ളവരുണ്ട്. അല്ലെങ്കിൽ ആ കാലത്ത് ബിൽ വിൽസൺ പറയുന്നത്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉയർന്ന ക്ലാസ്സിൽ നിന്ന് ഉള്ളവരായിരുന്നില്ല, അതായത് സമൂഹത്തിന്റെ ഉയർന്ന തട്ടിലുള്ള ആൾക്കാരായിരുന്നില്ല എയിലേക്ക് വന്നത്. അതുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കേണ്ട. സദാചാരപരമായി മോശമുള്ള ആൾക്കാരാണ്, അവരെ പ്രവേശിപ്പിക്കേണ്ട. മനോരോഗികളെ പ്രവേശിപ്പിക്കേണ്ട. മനോരോഗവും ഈ കുടിപ്രശ്നവും ഉള്ള ടീമുണ്ട്, അതുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കേണ്ട. അപ്പോ ഇത്തരം കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ പഴമക്കാരെ ഒഴിവാക്കിയേനെ. പിന്നെയും കാരണങ്ങളുണ്ട്. ബിഗ് ബുക്ക് വായിക്കാത്തവർ, സ്പോൺസിയാക്കാനുള്ള യോഗ്യത
ഇപ്പൊ ഒരു സ്പോൺസറിന് ഒരു സ്പോൺസി ആക്കണമെങ്കിൽ പോലും ആ സ്പോൺസിക്ക് കുറച്ച് ക്വാളിഫിക്കേഷൻ വേണം. ആ ക്വാളിഫിക്കേഷൻ ബോർഡും ഇല്ല, അതുകൊണ്ട് നിന്നെ സ്പോൺസി പോലും ആക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലുള്ള സ്ഥിതി. അതുപോലെ തന്നെ മാന്യന്മാരായിട്ടുള്ള അംഗങ്ങൾ ചിലപ്പോഴൊക്കെ വില കുറഞ്ഞ, ഇവിടെ അവർ വർത്തി മെമ്പേഴ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്, മാന്യന്മാര് അല്ലെങ്കിൽ വില കൂടിയ മാന്യന്മാരായിട്ടുള്ള അംഗങ്ങൾ ചിലപ്പോഴൊക്കെ വില കുറഞ്ഞ അംഗങ്ങളെ വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും ഒക്കെ ആ കാലത്ത് ചെയ്യുമായിരുന്നു. എന്നിട്ട് ബിൽ വിൽസൺ പറയുന്നു, ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് തമാശയായി തോന്നുന്നു. സങ്കല്പിച്ചു നോക്കൂ, ഒരു കുടിയൻ മറ്റൊരു കുടിയനെ വിധിക്കാൻ ശ്രമിക്കുന്നു. എൻ്റെ നെഞ്ചില് ഒരു കൂർത്ത സൂചി ബിൽ വിൽസൺ കുത്തി. അയാള് തമാശയായിട്ട് പറഞ്ഞത് എൻ്റെ നെഞ്ചി കുത്തി. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ തമാശയായി തോന്നുന്നു. സങ്കല്പിച്ചു നോക്കൂ, ഒരു കുടിയൻ മറ്റൊരു കുടിയനെ വിധിക്കാൻ ശ്രമിക്കും. ഞാൻ എത്രയോ തവണ ഞാൻ പറഞ്ഞു, എന്തായാലും ഈ മറുകര എന്നുള്ളൊരു വാക്ക്, അത് ഓരോ ദിവസം ഓരോ 24 മണിക്കൂറിലും ആ മറുകര ഉണ്ടെന്നുള്ളതാണ്. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മിക്കവാറും മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളും നിയമനിർമ്മാണത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഗ്രൂപ്പുകൾ വളരാൻ തുടങ്ങിയപ്പോൾ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഈ പാൻ ഹാൻഡിലേഴ്സ് എന്ന് പറയുന്നത്, മലയാളത്തിലെ തെണ്ടികൾ പിന്നെയും തെണ്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ, കുടിച്ച് പൂക്കുറ്റിയായിട്ട് കയറി വന്ന കക്ഷികൾ ഇടയ്ക്ക് സ്ലിപ്പൊക്കെ ആയിട്ട് പിന്നെയും പണത്തിന് വേണ്ടി, നമ്മുടെ മലയാളം പാരമ്പര്യ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവർ പിന്നെയും വേച്ച് മറ്റുള്ളവരുടെ സഹായത്തിനായി കൈ നീട്ടിയെന്നാണ്. ഭിക്ഷ ചോദിച്ചു എന്ന് തന്നെയാണ് അർത്ഥം. പാൻ ഹാൻഡിലേഴ്സ്, തെണ്ടികൾ പിന്നെയും തെണ്ടാൻ തുടങ്ങി, അംഗങ്ങൾ പോയി കുടിച്ചു. ഈ ഗ്രൂപ്പുകള് എന്തുകൊണ്ട് അംഗത്വ നിയമങ്ങള് ചെയ്യേണ്ടി വന്നു എന്നുള്ള കാര്യം ബിൽ വിൽസൺ വിശദീകരിക്കുന്നതിന്റെ ഭാഗമാണിത്. ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ മിക്കവാറും ഗ്രൂപ്പുകൾ നിയമനിർമ്മാണത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? ഗ്രൂപ്പുകൾ വളരാൻ തുടങ്ങിയപ്പോൾ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നു വന്നു. ഈ പറഞ്ഞ കക്ഷികൾ, തെണ്ടികൾ പിന്നെയും തെണ്ടാൻ പോയി, സ്ലിപ്പായി പൈസ മറ്റുള്ള സഹായത്തിന് പോയി, അംഗങ്ങൾ പോയി കുടിച്ചു. ചിലപ്പോഴൊക്കെ മറ്റംഗങ്ങളെയും കൂടെ കൂട്ടി കുടിക്കാൻ കൊണ്ടുപോയി. മാനസിക ബുദ്ധിമുട്ടുള്ള അംഗങ്ങൾ മറ്റുള്ള അംഗങ്ങളുടെ മനോനിലയെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ചു. പിന്നെ ഗോസിപ്പാണെങ്കിൽ വ്യക്തിഹത്യ ഗംഭീരമായി നടത്തി. പുതിയ അംഗങ്ങൾ ആൽക്കഹോളിക്, ഞങ്ങള് കുടിയന്മാരല്ല എന്ന് വാദിച്ചു. പക്ഷെ എങ്കിലും വീണ്ടും വന്നുകൊണ്ടിരുന്നു. ചിലര് തൊഴിൽ കിട്ടാനുള്ള ഒരു ഉപായമായി എയുടെ പേര് ഉപയോഗിച്ചു. മറ്റു ചിലർ എയുടെ 12 പടികൾ പൂർണ്ണമായി അംഗീകരിക്കാൻ വിസമ്മതിച്ചു. ചിലർ കുറച്ചുകൂടെ മുന്നോട്ട് പോയി. ഈ നശിച്ച ദൈവം എന്ന് പറയുന്ന കാര്യം അനാവശ്യമാണെന്ന് അവർ പറഞ്ഞു. അപ്പോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിയന്ത്രിച്ചേ മതിയാവൂ, ഇല്ലെങ്കിൽ നശിക്കും എന്ന് അവർ ചിന്തിച്ചു. പഴയ ഗ്രൂപ്പുകൾ ചിന്തിച്ചു, എയുടെ നല്ലതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നായി. ഈ ഘട്ടത്തിലാണ് ഗ്രൂപ്പുകൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമങ്ങളും വ്യവസ്ഥകളും എന്നുള്ള ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഹിസ്റ്ററിയിലെ ആ ഘട്ടത്തിലേക്ക് കടന്നു. ചാർട്ടർ, ബൈലോ, അംഗത്വ നിയമങ്ങൾ എന്നിവ ആവേശപൂർവം അധികാരികളാൽ അംഗീകരിക്കപ്പെട്ടു. കമ്മിറ്റികൾക്ക് അധികാരം കൈമാറുകയും ചെയ്തു. എന്തിന്? വളരെ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഈ അംഗങ്ങള്, ഈ നിലവാരം കുറഞ്ഞ അംഗങ്ങള്, അവരിൽ നിന്ന് രക്ഷിക്കണം. അപ്പൊ ആ സ്റ്റേജില് ഗ്രൂപ്പുകള് നിയമങ്ങളും വ്യവസ്ഥകളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് കടന്നു. പലതരത്തിലുള്ള നിയമങ്ങൾ. എന്നിട്ട് ഈ ചില ഗ്രൂപ്പുകളിലെല്ലാം, ഓരോ ഗ്രൂപ്പുകളിൽ ഓരോ അധികാരികൾ അങ്ങ് ചമഞ്ഞു. എന്നിട്ട് ആ അധികാരികള് കമ്മിറ്റികൾക്ക് അധികാരം കൈമാറി. എന്തിന്? അംഗങ്ങളെ അരിച്ച് വൃത്തിയാക്കി. അച്ചടക്കമില്ലാത്തവനെയും നല്ലതല്ലാത്തവരെയും തിന്മയുള്ള വ്യക്തിത്വങ്ങളെയും, അതായത് ഈ തോന്നിയാസം കാണിച്ചുകൊണ്ടാണ് ഈവിൾ ഡൂയേഴ്സ് പുറത്തു കളയാൻ ഏൽപ്പിച്ചു. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കമ്മിറ്റികൾക്ക് അധികാരം കൊടുത്തിട്ട് അംഗങ്ങളെ അരിച്ച് വൃത്തിയാക്കി അച്ചടക്കമില്ലാത്തവനെയും നല്ലതല്ലാത്തവരെയും തിന്മയുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ പുറത്തു കളയാൻ ഏൽപ്പിച്ചു.
ഗ്രൂപ്പിലെ പഴമക്കാർ ഇപ്പോൾ അധികാര കുപ്പായം ധരിച്ചുകൊണ്ട് വളരെ തിരക്കുള്ളവരായി. എനിക്ക് ആ ലാംഗ്വേജ് ഇഷ്ടപ്പെട്ടു. ഈ അധികാര കുപ്പായം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ജഡ്ജസ് വരുമ്പോൾ, ജഡ്ജ് കോടതിയിൽ ഇരിക്കുമ്പം ചില തൊപ്പിയും ചില പ്രത്യേക തരത്തിലുള്ള അധികാരത്തിന്റെ, ഇപ്പം നമ്മുടെ നാട്ടിലെ മേയറൊക്കെ നടക്കുമ്പോൾ ഒരു അധികാരത്തിന്റെ കുപ്പായം ഇടുമല്ലോ, അതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ, അവര് പഴമക്കാര്, അത് വെറും അംഗങ്ങളല്ല കേട്ടോ, ഗ്രൂപ്പിലെ പഴമക്കാർ ഇപ്പോൾ അധികാര കുപ്പായം ധരിച്ചുകൊണ്ട് തിരക്കുള്ളവരായി. പ്രതിലോമകാരിയെ പുറത്തെ ഇരുളിലേക്ക് എറിഞ്ഞു തുടങ്ങി. പ്രതിലോമകാരി എന്ന് പറയുന്നത് അയാൾക്ക് ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവരെയും ഈ നിയമങ്ങളെ അനുസരിക്കാൻ ഒട്ടും കഴിവില്ലാത്ത, മൈൻഡ് ചെയ്യാത്ത പാർട്ടിയെ പറയുന്ന പേരാണ് പ്രതിലോമകാരി. അപ്പൊ പ്രതിലോമകാരികളെ പുറത്തെ ഇരുട്ടിലേക്ക് എറിഞ്ഞു തുടങ്ങി. ഈ മാന്യ വ്യക്തിത്വങ്ങൾ പാപികളെ കല്ലെറിയാൻ തുടങ്ങി. ഈ ആരോപണ വിധേയർ ഒന്നുകിൽ എതിർത്തു നിന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു നിന്നു, അല്ലെങ്കിൽ അത്തരക്കാർ പോയി അവരുടേതായ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങി, അല്ലെങ്കിൽ അല്പം സൗഹാർദ്ദവും കുറെ കൂടി സഹിഷ്ണുതയുമുള്ള ആൾക്കൂട്ടങ്ങളിൽ ചേർന്നു. അപ്പോ ഇത്രയും സംഭവങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഇതില് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഈ പ്രിയമല്ലാത്തവരെ പഴമക്കാരൻ അവൻ അധികാരത്തിന്റെ കുപ്പായം ധരിച്ചുകൊണ്ട് പുറത്തെ ഇരുളിലേക്ക് എറിഞ്ഞു തുടങ്ങിയെന്നാണ്. ഈ മാന്യ വ്യക്തിത്വങ്ങൾ പാപികളെ കല്ലെറിയാൻ തുടങ്ങിയെന്നാണ്. അപ്പൊ ഈ ആരോപണ വിധേയർ ഒന്നുകിൽ എതിർത്തു നിന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ചുറ്റിത്തിരിഞ്ഞു നിന്നു, അല്ലെങ്കിൽ അത്തരക്കാർ പോയി അവരുടേതായ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങി, അല്ലെങ്കിൽ സൗഹാർദ്ദവും കുറെ കൂടെ സഹിഷ്ണുതയുള്ള ആൾക്കൂട്ടത്തിൽ ചേർന്നു. എന്ത് തന്നെയായാലും മുതിർന്നവർ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഈ നിയമങ്ങളും വ്യവസ്ഥകളും, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻ അത്ര നന്നായി പ്രവർത്തിക്കുന്നില്ല എന്ന്. ചുരുക്കത്തിൽ നിയമം വഴി ശരിയാക്കാനുള്ള ഈ പരിപാടി അത് കടുത്ത സമ്മർദ്ദത്തിന് മാത്രമാണ് ഇടയാക്കിയത്. എന്തായാലും ഇന്ന് ഇതിനെ മനസ്സിലാക്കുമ്പോൾ ഈ അവസ്ഥ ഗ്രൂപ്പുകളുടെ ജീവിതത്തിലെ ഏറ്റവും മോശം കാലഘട്ടമായി കാണാം എന്നാണ് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത്. ഭയവും അസഹിഷ്ണുതയും കുറഞ്ഞു വന്നപ്പോൾ ഗ്രൂപ്പുകൾ എല്ലാവരും ഒരു പാഠം ഇതിൽ നിന്ന് പഠിച്ചു. അതായത് ഞങ്ങളിൽ ചിലർക്ക്, ആരംഭകാലത്തെ ചിലരെയാണ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങളിൽ ചിലർക്ക് ഒരു നവാഗതൻ എഐക്ക് എന്ത് നാശം വരുത്തി വെക്കുമെന്നൊക്കെയുള്ള ഭയം വിട്ടൊഴിഞ്ഞു. ഇടയ്ക്കിടെ സ്ലിപ്പാകുന്നവർ, ഭിക്ഷയാചിക്കാൻ പോകുന്നവർ, നുണപ്രചരണം നടത്തുന്നവർ, മാനസിക വൈകല്യമുള്ളവർ, ഈ റിബൽസ്, എന്തിനും എതിർപ്പ് കാണിക്കുന്നവര്, അപ്പോ പ്രോഗ്രാമിനെതിരെ റിബലായി നടക്കുന്നവര്, എയുടെ പേരുപയോഗിച്ച് പണം സമ്പാദിക്കുന്നവര്, ഇവരൊക്കെ കുറച്ചു കാലത്തേക്ക് ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും കൂടുതൽ ദീർഘനാളത്തേക്ക് ഇത് തുടരില്ല. അപ്പോ ഈ ടൈപ്പ് ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ഞാൻ ഈ നോക്കുമ്പോ എന്റെ തന്നെ വിവിധ ഭാവങ്ങളാണ് ഞാൻ കാണുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹിഷ്ണുത വെളിവാകുന്ന ചില ഭാഗമാണിത്. ഞങ്ങളിൽ ചിലർക്ക്, ആരംഭകാലത്തെ ചിലർക്ക് ഒരു നവാഗതൻ എയ്ക്ക് എന്ത് നാശം വരുത്തി വെക്കുന്നുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ലിപ്പാകുന്നവര്, ഭിക്ഷയായിക്കാൻ പോകുന്നവര്, നുണപ്രചരണം നടത്തുന്നവര്, മാനസിക വൈകല്യമുള്ളവര്, റിബൽസ്, 12 സ്റ്റെപ്സ് ഫോളോ ചെയ്യാത്ത ടീമുകള്, വിറ്റ് കാശുണ്ടാക്കുന്നവന്മാര്. അപ്പൊ ഇവരൊക്കെ ചുരുക്കകാലത്തേക്ക് ചില നാശനഷ്ടങ്ങളൊക്കെ വരുത്തി വെക്കുമെങ്കിലും കൂടുതൽ ദീർഘനാളത്തേക്ക് ഇത് തുടരില്ല. ഇവരിൽ ചിലർ ഇങ്ങനെയൊക്കെ ചെയ്ത ചില അംഗങ്ങൾ, ഇവരിൽ ചിലർ നമ്മുടെ ഇടയിൽ വീണ്ടും സ്നേഹിക്കപ്പെടുന്നു, ബഹുമാനിക്കപ്പെടുന്ന അംഗങ്ങളായി മാറുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കസബ പോലീസ് സ്റ്റേഷനിൽ ആൽക്കഹോളിക്സ് അനോണിമസിനെതിരെ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എനിക്ക് എതിരെ നിന്ന മറുവിഭാഗത്തിനെതിരെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ
അതിന്റെ ട്രഡീഷൻസിനെയും ആൽക്കഹോളിക്സ് അനോണിമസിനെ വിവാദത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന മേൽ സൂചിപ്പിച്ച വിഭാഗത്തിൽപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഞാനാണ് ഇന്ന് ഈ AA ഗ്രൂപ്പില് പാരമ്പര്യങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്നുള്ള വിഷയം അവതരിപ്പിക്കുന്നത്. എന്നെ ആൽക്കഹോളിക്സിലെ അനോണിമസിലെ അംഗങ്ങള് പുറത്തെ ഇരുട്ടിലേക്ക് എറിഞ്ഞില്ല, എന്നെ ചാപ്പകുത്തി മാറ്റി നിർത്തിയില്ല, എനിക്കെതിരെ കുലംകുത്തി എന്നുള്ള ആഹ്വാനം ഇല്ല. എന്നെ സ്നേഹത്തോടെ വിളിച്ചിട്ട്, സുഹൃത്തെ, നിങ്ങൾ കടന്നു വന്ന അനുഭവങ്ങളും നിങ്ങളെ ഈ പാരമ്പര്യങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യും, നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളെടുത്ത് പങ്കുവയ്ക്കുന്ന. അപ്പോ ബിൽ വിൽസന്റെ ഒരു സന്യാസിക്ക് തുല്യമായിട്ടുള്ള ഈ പ്രവചനം എൻ്റെ കാര്യത്തിൽ അത് 100% ശരിയാണ്. ഇവരിൽ ചിലർ നമ്മുടെ ഇടയിൽ വീണ്ടും സ്നേഹിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളായി, അംഗങ്ങളായി മാറി. ചിലർ നമ്മുടെ ക്ഷമയെ പരിശോധിച്ചുകൊണ്ട് തുടർന്നു. എന്തായാലും അവര് സോബറൊന്നും ആയിരുന്നില്ല. മറ്റു ചിലർ ഒഴിഞ്ഞുപോയി. നമ്മൾ പതുക്കെ ഇതൊക്കെ ഒരു പ്രശ്നമല്ലെന്നും ഇവരൊക്കെ നമ്മുടെ അധ്യാപകരാണെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. അവർ നമ്മളെ ക്ഷമയും സഹിഷ്ണുതയും എളിമയും പഠിപ്പിച്ചു. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരല്പം നിലവാരം കുറഞ്ഞ ഒരു സംഭവമാണ്, വാക്കുകളാണ്. നിങ്ങൾ ക്ഷമിക്കണം, പക്ഷെ ആശയം കുറച്ചുകൂടെ വ്യക്തമാവും. ഈ റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഒരുത്തൻ, ഇപ്പൊ ഞാനും എൻ്റെ 4 AA അംഗങ്ങളും റോഡിന്റെ ഇപ്പുറത്ത് മുണ്ട് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. റോഡിന്റെ അപ്പുറത്ത് നിന്ന് ഒരുത്തൻ അവന്റെ ഉടുവസ്ത്രം ഉയർത്തി കാണിക്കുകയാണ്, മുണ്ട് പൊക്കി കാണിച്ചു. ഉടൻ തന്നെ ഞാനും എൻ്റെ കൂടെ നിൽക്കുന്ന 4 പേരും കൂടെ മുണ്ട് പൊക്കി കാണിച്ചാൽ ഈ 5 പേരും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഞാൻ റോഡിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്നു. ഒരു തെരുവിലെ നായ എന്നെ നോക്കി കുരയ്ക്കുന്നു. ഉടൻ തന്നെ ഞാൻ സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ നായയെ നോക്കി തിരിച്ചു കുരയ്ക്കുന്നു. ആ നായയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അപ്പോ ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു ഗ്രൂപ്പിന്, ഒരു വ്യക്തിക്ക് ഒരു വെല്ലുവിളി മറ്റൊരു AA അംഗം പല കാരണങ്ങളും കൊണ്ട് ഉയർത്തുമ്പോൾ, ആൽക്കഹോളിക്സ് അനോണിമസിലെ ബിൽ വിൽസൺ ഈ ലേഖനത്തിൽ പറയുന്നത്, ചിലർ നമ്മുടെ ക്ഷമയെ പരിശോധിച്ചുകൊണ്ട് തുടർന്നു. എന്തായാലും സോബറൊന്നും ആയിരുന്നില്ല. മറ്റു ചിലർ ഒഴിഞ്ഞുപോയി, ഈ രംഗത്തുനിന്ന് ഒഴിഞ്ഞുപോയി. നമ്മൾ പതുക്കെ ഇതൊക്കെ ഒരു പ്രശ്നമല്ലെന്നും ഇവരൊക്കെ നമ്മുടെ അധ്യാപകരാണെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. അവർ നമ്മളെ ക്ഷമയും സഹിഷ്ണുതയും എളിമയും പഠിപ്പിച്ചു. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയത് അവരും നമ്മളെക്കാൾ രോഗികളായ മനുഷ്യരെന്നാണ്. നോക്കണേ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള റിയാക്ഷൻസ് അല്ല ബിൽ വിൽസൺ അല്ലെങ്കിൽ AAയുടെ പഴമക്കാരൻ ഇവിടെ പറയുന്നത്. ഒരു വലിയ മനസ്സിന്റെ തുറവി, ഒരു അസ്വസ്ഥനാക്കുമ്പോ, വെല്ലുവിളി ഉയരുമ്പോ അത് ക്ഷമയും സഹിഷ്ണുതയും എളിമയും പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആക്കി കാണാൻ, അതും കഴിഞ്ഞ് ഒരു പടി കൂടെ കഴിഞ്ഞിട്ട് ബിൽ വിൽസൺ ഇവിടെ എഴുതിയിരിക്കുന്നത്, അത്തരം മനുഷ്യര് അവര് നമ്മളെക്കാൾ രോഗികളായ മനുഷ്യരെന്നാണ്. ഇതിന്റെ ഒരു മഹത്തായ കാര്യം, അവര് രോഗികളായ മനുഷ്യരെന്ന് എഴുതി നിർത്തിയില്ല. അവർ നമ്മളെക്കാളും രോഗികളായ മനുഷ്യർ. നമ്മൾ പുണ്യവാളന്മാരൊന്നും ആയിട്ടില്ല, നമ്മളും രോഗികളാണ്. മറ്റവർക്ക് കുറച്ചുകൂടെ രോഗ തീവ്രത കൂടിയെന്ന് ബിൽ വിൽസൺ അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോ എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരു പടി കൂടെ കടന്നു മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഇത് സത്യം പറഞ്ഞാൽ മനുഷ്യ സ്നേഹത്തിന്റെ വലിയ ഒരു രൂപം ബിൽ വിൽസൺ ഇവിടെ എഴുതി വെക്കുന്നു. നമ്മളിപ്പോ വായിച്ചുകൊണ്ട് വന്നത് ഈ കുറെ പാർട്ടികൾ, നമ്മുടെ ക്ഷമയെ പരിശോധിക്കുന്ന കുറെ പാർട്ടികൾ, അവര് ഇടയ്ക്കിടെ സ്ലിപ്പാകുന്നവര്, ഭിക്ഷ അയക്കാൻ പോകുന്നവര്, നുണപ്രചരണം നടത്തുന്നവര്, മാനസിക വൈകല്യമുള്ളവര്, എപ്പോഴും റിബൽ ആറ്റിറ്റ്യൂഡ് ഉള്ളവര്, AAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് തട്ടിപ്പുകാര്, AAയുടെ പേര് ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്നവര്, ഈ കക്ഷികള്. അപ്പോ ബിൽ വിൽസൺ അടുത്ത ഒരു പാരഗ്രാഫിൽ പറയുന്നത്,
അവരെ വിധിച്ച ഈ കക്ഷികൾ നമുക്ക് ക്ഷമയും സഹിഷ്ണുതയും എളിമയും പഠിക്കാനുള്ള ടീച്ചേഴ്സ് ആണെന്ന് പറയുന്നു. അവർ നമ്മളെക്കാളും മുറ്റിയ രോഗികളാണെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് അവരെ ജഡ്ജ് ചെയ്ത, അവരെ വിധിച്ച നമ്മളാണ് യഥാർത്ഥത്തിൽ പരീശന്മാരെ പോലെ പെരുമാറി നമ്മുടെ ഗ്രൂപ്പിന്റെ ആഴത്തിലുള്ള ആത്മീയ തകർച്ച വരുത്തിയത്. നോക്കണേ, ഈ ഇത്രയും പോക്കൃത്തനം കാണിച്ച അംഗങ്ങളെ വിധിച്ച ഇവന്മാര്, ഇയാള് ഒരു പാരമ്പര്യ ലംഘകനാണ്, അയാൾ ഒരു ന്യൂയിസൻസ് ആണ്, അയാള് അവൻ ഈ ഗ്രൂപ്പിൽ ആകെ കോലാഹലം വിതറിക്കൊണ്ട് നടക്കുന്ന ഒരുത്തനാണ്, അവൻ അങ്ങനത്തവനാണ്, അവൻ ഇങ്ങനത്തവനാണ് എന്ന് അവരെ വിധിച്ച നമ്മളാണ് യഥാർത്ഥത്തിൽ പരീശന്മാരെ പോലെ പെരുമാറി അവരെക്കാളും കൂടുതൽ ഗ്രൂപ്പിന്റെ ആഴത്തിലുള്ള ആത്മീയ തകർച്ച വരുത്തിയത്. നോക്കണേ, ഇതൊക്കെ ഈ സെൽഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ പോരാ, ഇതൊരു വല്ലാതെ സ്വയം ഒരു കണ്ണാടി പിടിക്കലാണ് ബിൽ വിൽസന്റെ ഈ വാക്കുകൾ. ആ കണ്ണാടിയിൽ എൻ്റെ പപ്പും പൂടെയൊന്നും ഇല്ലാത്ത തനി സ്വഭാവം കാണുമ്പോൾ അത് ഒരു പരിവർത്തനത്തിന് എന്നെ തന്നെ വിധേയനാക്കുന്ന ഒരു കെമിസ്ട്രി കൂടെ ഈ ലേഖനം വായിച്ചപ്പോൾ ഉണ്ടാവും. അപ്പോ എല്ലാ പഴയ അംഗങ്ങളും അയാൾ ഒരിക്കൽ വിവിധ കാരണങ്ങൾക്ക് വിധിച്ച അംഗങ്ങളുടെ പേരോർക്കുമ്പോൾ, നമ്മുടെ പഴയ അംഗങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് പലരെ വിധിച്ചിട്ടുണ്ട്. അപ്പോ ചിലരെ ഒരിക്കലും കുടി നിർത്താൻ പറ്റാത്തവരെന്ന് വിധിച്ചു കാണും, അയാൾ കണക്ക് കൂട്ടിയിട്ടുണ്ടാകും. ചിലരെ എയുടെ നല്ലതിന് വേണ്ടി പുറത്തേക്ക് എറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവും. എന്നാൽ ഇതിൽ ചിലരൊക്കെ വർഷങ്ങളായി കുടിക്കാതെ ഇരിക്കുന്നുണ്ടാവും സുബോധത്തോടെ. അതിലും രസകരമായിട്ടുള്ളത്, ഈ അന്ന് ഇവരെ എടുത്ത് വെളിയിൽ കളയണം, അല്ലെങ്കിൽ ഇവന്മാരെ ഗ്രൂപ്പിൽ കയറ്റണ്ട, കൂടെ കൂട്ടണ്ട, ഇവർക്ക് ഒരിക്കലും കുടി നിർത്താൻ പറ്റാത്ത വെറും വായാടികളാണ് എന്ന് കരുതി ഇയാൾ വിചാരിച്ചിരുന്ന വ്യക്തികൾ ഇന്ന് ഇയാളുടെ സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ടാകാം, നല്ല സുഹൃത്തുക്കളായി മാറിയിട്ടുണ്ടാകാമെന്ന് ബിൽ വിൽസൺ എഴുതിയിരുന്നു. എന്നിട്ട് ബിൽ വിൽസൺ പറയുന്നു, പഴമക്കാർ ഇപ്രകാരം ചിന്തിച്ചേക്കാം, മറ്റുള്ളവരും എന്നെ പോലെ ഇവരെ പറ്റി അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ, എയിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരുന്നെങ്കിൽ, അങ്ങനെയെങ്കിൽ ഇപ്പോൾ അവർ എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു? കസബ പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു സഞ്ചി തൂക്കി പോകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ നാശത്തിന്റെ കടലിലേക്ക് തള്ളിവിടാതെ ഒരു പഴമക്കാരൻ അയാള് ചേർത്ത് പിടിച്ചില്ലായിരുന്നെങ്കിൽ, ആ കസബ പോലീസ് സ്റ്റേഷനിലോട്ട് നടന്ന മുഴുഭ്രാന്തനായിട്ടുള്ള ആ പാകതയില്ലാത്ത അംഗത്തെ ആ പഴമക്കാരൻ വിധിച്ച് പുറന്തള്ളിയിരുന്നെങ്കിൽ അയാള് എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു? ഇതാണ് ബിൽ വിൽസൺ ചോദിക്കുമ്പോൾ ആ ചോദ്യം എൻ്റെ ഉള്ളിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോ എൻ്റെ പ്രവൃത്തികള് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പാരമ്പര്യത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട പ്രവൃത്തിയാണോ, അതോ പരീശ മനോഭാവത്തോടുള്ള പ്രവൃത്തി? പരീശ മനോഭാവം എന്ന് പറയുന്നത് യഹൂദ വംശത്തിലെ പുരോഹിത വർഗമാണ് പരീശന്മാർ. അവര് ഇപ്പൊ സാബത്തുള്ള ദിവസം അന്ന് ഒരു പണിയും എടുത്തുകൂടാ, വഴിയിൽ എടുത്ത് വീണ് കിടന്നാലും അവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ല, കാരണം സാമ്പത്താണ് ഒന്നും ചെയ്തുകൂടാ. കാരണം നിയമത്തിന് വേണ്ടി നിൽക്കുന്ന മനുഷ്യര്, മനുഷ്യനെ കാണാത്തവര്, മനസാക്ഷി ഇല്ലാത്ത, നിയമം പാലിക്കുന്നു. അപ്പൊ അത്തരം പരീശ മനോഭാവം ഇവിടെ വളരെ മനോഹരമായിട്ട് ബിൽ വിൽസൺ അത് സൂചിപ്പിക്കുന്നുണ്ട്. എയിൽ നിന്ന് ഇവരെ പുറത്താക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എവിടെ ചെന്ന് അവസാനിക്കുമായിരുന്നു? ഇതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നവാഗതനെ ലെസ് ആയി, വളരെ കുറച്ചു മാത്രം വിലയിരുത്തുന്നു. അയാളുടെ കുടിപ്രശ്നം അനിയന്ത്രിതമാണെന്നും അയാൾക്ക് അതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ധാരാളം. അയാളുടെ കേസ് കടുത്തതോ ലൈറ്റാണോ എന്നോ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. അയാളുടെ സദാചാരം അല്ലെങ്കിൽ അയാളുടെ മോറൽസ് നല്ലതോ ചീത്തയോ ഒന്നും നോക്കുന്നില്ല. അയാൾക്ക് മറ്റെന്തെങ്കിലും സങ്കീർണതകൾ,
കുഴപ്പങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്നില്ല. നമ്മുടെ എയുടെ കവാടം വിസ്തൃതമായി തുറന്നു തന്നെ കിടക്കുന്നു. അയാൾക്ക് അതിലൂടെ കടന്നു വരികയും അയാൾക്ക് തുടരുകയും ചെയ്യാം. അയാളെ എയുടെ അംഗമായി തന്നെ പരിഗണിക്കും. അയാൾ ഒന്നിലും ഒപ്പിടേണ്ടതില്ല. എന്തെങ്കിലും സമ്മതിച്ചു തരേണ്ട, വാഗ്ദാനങ്ങൾ തരേണ്ട ആവശ്യമില്ല. നമ്മൾ ഒന്നും തന്നെ ഡിമാൻഡും ചെയ്യുന്നില്ല. അയാൾ അയാളുടെ ഇഷ്ടപ്രകാരം നമ്മോടുകൂടെ ഒത്തുചേരുന്നു. മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളിലും അയാൾ ഒരു മിക്കവാറും ഇപ്പോഴുള്ള എല്ലാ ഗ്രൂപ്പുകളിലും അയാൾ ഒരു ആൽക്കഹോളിക് ആണെന്ന് അഡ്മിറ്റ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ ഇത്തരത്തിലുള്ള ഒരാളാണെന്ന് ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും, ഇത്തരത്തിലുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ കുടിയന്മാരാണ്, അനിയന്ത്രിതമായിട്ട് മദ്യത്തിന്റെ മുമ്പിൽ ശക്തിയില്ലാത്ത ഒരാളാണെന്ന് അയാൾക്ക് ഒരു നേരിയ സംശയമേ ഉള്ളുവെങ്കിൽ പോലും അയാൾക്ക് ജോയിൻ ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ തീർച്ചയായും ഇത്രയും ഇത് കാര്യം വളരെ വ്യക്തമായിട്ട്, അതായത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ അംഗത്വ നിയമങ്ങളെ കുറിച്ച് ആ പുതുമക്കാരനെ, നവാഗതനെ വിലയിരുത്തുന്നതിനോ അയാളെ ജഡ്ജ് ചെയ്യുന്നതിനോ പഴമക്കാര് മെനക്കെടേണ്ടതില്ലെന്നും ഗ്രൂപ്പിൽ വെല്ലുവിളി ഉയർത്തുന്ന അംഗങ്ങൾ നമ്മുടെ ബെസ്റ്റ് ടീച്ചേഴ്സായി മാറാമെന്നും, അപ്പോ അത്തരക്കാര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മനോഭാവം എന്താണെന്നും ഒക്കെ ബിൽ വിൽസൺ അന്തകാലത്ത് എഴുതി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു ചെറിയ ട്വിസ്റ്റ് വരുന്നത്, അപ്പൊ തീർച്ചയായും ഈ അംഗത്വ നിയമങ്ങൾ ആഗോളതലത്തിൽ എല്ലാ ഗ്രൂപ്പുകളിലും ഇങ്ങനെ അല്ല എപ്പോഴും തീരുമാനിക്കപ്പെടുന്നത് ഒരു വാക്ക്. എന്നിട്ട് അതിന് തുടർച്ചയായിട്ട് ഒരു അംഗം തുടർച്ചയായി മദ്യപിച്ച് ഗ്രൂപ്പിൽ വന്നുകൊണ്ടിരുന്നാൽ, അതായത് ഡ്രങ്ക് എന്ന് പറയുന്ന സ്റ്റേജ് പൂക്കുറ്റിയായിട്ട് ഒരംഗം ഈ മീറ്റിങ്ങിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബിൽ വിൽസൺ പറയുന്നത് അയാളെ പുറത്തേക്ക് നയിക്കാം, പുറത്തേക്ക് മാറ്റാം. നമുക്ക് ആരോടെങ്കിലും അയാളെ പുറത്തു കൊണ്ടുപോകാൻ ആവശ്യപ്പെടാം. പക്ഷെ മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളിലും ഈ കക്ഷി പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിലെത്തും. നോക്കണേ, നമ്മള് ഒരു കുടിയൻ വന്ന് സ്ഥിരമായിട്ട് മീറ്റിങ്ങിൽ ആടിച്ച് പൂക്കുറ്റിയായിട്ട് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഗ്രൂപ്പിൽ ഉള്ള ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വ്യക്തിയെ പുറത്തേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും സഹായം ആവശ്യപ്പെടാം. ഇത് ഒരു കാര്യം വ്യക്തമാണ്, നമ്മൾ ചവിട്ടി ഒരുത്തനെ പുറത്താക്കിയാൽ അവൻ പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് വരില്ല. ഒരുത്തനെ അസഭ്യം പറഞ്ഞ തല്ലി അപമാനിച്ച് പുറത്താക്കിയാൽ അയാൾ പിറ്റേ ദിവസത്തെ മീറ്റിങ്ങിന് വരില്ല. ബിൽ വിൽസൺ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ വളരെ കണ്ണു തുറപ്പിക്കുന്നതാണ്. നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഗ്രൂപ്പില് ഒരു മദ്യാസക്തൻ സ്ഥിരമായിട്ട് ഡ്രങ്കൺ സ്റ്റേജിൽ വന്നാൽ അയാളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടാം, പുറത്തേക്ക് നയിക്കാം, പുറത്തേക്ക് എറിയാമെന്നില്ല. ബിൽ വിൽസന് നല്ല ഭാഷാ സ്വാധീനമുണ്ട്. നേരത്തെ പഴമക്കാര് അംഗങ്ങളെ പുറത്തേക്ക് എറിഞ്ഞു, അരിച്ചു മാറ്റി എന്നൊക്കെയുള്ള കഠിനമായ പദങ്ങൾ ഉപയോഗിച്ച ബിൽ വിൽസൺ ഇവിടെ ഈ ഗ്രൂപ്പിലെ ഒരു അംഗമല്ല, ഒരു കുടിയൻ സ്ഥിരമായി കുടിച്ചുകൊണ്ട് വരുന്നവനെ അവനെ മീറ്റിംഗിലേക്ക് പുറത്തേക്ക് നയിക്കാമെന്നാണ് പറയുന്നത്. അവനെ ലീഡ് ചെയ്യാമെന്നാണ്, അവനെ നയിക്കാം. എന്നിട്ട് പറയുന്നത് നമുക്ക് ആരോടെങ്കിലും അയാളെ പുറത്തു കൊണ്ടുപോകാൻ ആവശ്യപ്പെടാം. അപ്പോ മാന്യമായ രീതിയിൽ അവിടെ ഉള്ളവർക്കും അയാൾക്കും കുഴപ്പമുണ്ടാവാത്ത രീതിയിൽ ഏറ്റവും മാന്യമായ രീതിയിൽ ആ സെക്ഷൻ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ബിൽ വിൽസൺ പറയുന്നില്ല. പക്ഷേ ഇവിടെ അടുത്ത സെന്റൻസ് വരുന്നത്, പക്ഷെ മിക്കവാറും എല്ലാ ഗ്രൂപ്പുകളിലും ഈ കക്ഷി പിറ്റേ ദിവസത്തെ മീറ്റിംഗിൽ എത്തും, അയാള് ഇത്തിരിയെങ്കിലും സോബറാണെങ്കിൽ. കാരണം നമ്മുടെ പെരുമാറ്റം അത്ര ആകർഷിക്കുന്ന രീതിയിൽ ആവണം എന്നുള്ള സൂചനയാണ് അത് തരുന്നത്. എയുടെ ക്ലബിൽ നിന്നും പുറത്താക്കിയെങ്കിലും, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ക്ലബ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്തായാലും കേരളത്തിലൊന്നുമില്ല, ഇത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ ക്ലബിന്റെ ഒരു നിയമങ്ങൾ കാണും. ആ നിയമം പാലിച്ചില്ലെങ്കിൽ ക്ലബിൽ നിന്നുള്ള മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യും. പക്ഷെ അയാൾ ഒരു അംഗമായി തന്നെ തുടരും. അയാൾ അങ്ങനെ പറയുന്ന കാലത്തോളം അത് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും
ഈ വിശാലമായിട്ടുള്ള ആശയം എല്ലായിടത്തും ഐകകണ്ഠേന പാസ്സാക്കിയിട്ടില്ല. അതായത് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ വൈവിധ്യമുള്ളതാണ്. ഈ വിശാലമായിട്ടുള്ള ഈ ആശയം, അതായത് ആരെയും പുറത്താക്കില്ല എന്നുള്ള ആശയം എല്ലായിടത്തും എല്ലാ അംഗങ്ങളും ഐകകണ്ഠേന പാസ്സാക്കിയിട്ടില്ല. ചിലപ്പോൾ ഗ്രൂപ്പിൽ പറയാം അവനെടുത്ത് തൂക്കിയെടുത്ത് വെളികളടാ, പോലീസിനെ വെളിയിടാ എന്നൊക്കെ സംഭാഷണം ഉണ്ടായേക്കും. അപ്പൊ എങ്കിലും ബിൽ വിൽസൺ അവിടെ ഒന്നുകൂടെ പറയുന്നത്, എങ്കിലും വിശാലമായ ഈ കൺസെപ്റ്റ് എല്ലായ്പ്പോഴും ഐകകണ്ഠേന ഉള്ളതല്ല. ഇതിൽ ചിന്തയെ ഇന്നത്തെ യുടെ മുഖ്യധാര ചിന്തയെ പ്രതിനിധീകരിക്കുന്നു. എങ്കിലും ഇതില് ഈ ഒരു കൺസെപ്റ്റ്, ഈ ഒരു ആശയം നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനുള്ളിലുള്ള മുഖ്യധാര ചിന്തയെ പ്രതിനിധീകരിക്കുന്നു. അപ്പോ നമ്മുടെ ഇത്തരത്തിൽ തന്നെ കുടിച്ചുകൊണ്ട് ഒരാൾ വന്നാൽ പോലും, പ്രശ്നം ഉണ്ടാക്കിയാൽ പോലും, രണ്ടഭിപ്രായ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെ മാന്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അയാളെ ഒരിക്കലും ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് പുറത്താക്കുന്നില്ല. ഈ ഒരു ആശയമാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിനകത്തുള്ള മുഖ്യമായിട്ടുള്ള ഒരു ചിന്താധാര എന്ന് ബിൽ വിൽസൺ പറയുന്നു. ഒരുപക്ഷെ അംഗത്വത്തെക്കുറിച്ചും ചോദ്യങ്ങളെക്കുറിച്ചും ചില മനോഭാവ മാറ്റം എന്നതിനേക്കാൾ ഇനി ഈ കൺസെപ്റ്റ്, ഈ അദ്ദേഹത്തിന്റെ ലേഖനം അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. ഇത്ര നേരം സംസാരിച്ച കാര്യങ്ങൾ അദ്ദേഹം കാച്ചി കുറുക്കിയെടുത്ത് അവസാനിപ്പിക്കുമ്പോൾ ഉള്ള ചില കാഴ്ചപ്പാടുകളും നിഗമനങ്ങളും ഒക്കെ തുടർന്ന് വരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് ഒരുപക്ഷെ അംഗത്വത്തെക്കുറിച്ചും അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളെ കുറിച്ചുള്ള ചില മനോഭാവ മാറ്റം എന്നതിനേക്കാൾ ഈ ഒരു ട്രെൻഡ് കൂടുതൽ ആഴത്തിലുള്ള എന്തോ ഒന്നിലേക്ക് എത്തിക്കുന്നു. ഒരുപക്ഷെ ഇത് കാണിക്കുന്നത് നമ്മുടെ എല്ലാ ഭയങ്ങളും, അതായത് ഭീകരമായിട്ടുള്ള വൈകാരിക വിക്ഷുബ്ധത, അവിടെ ഈ എന്താണ് മാനസികമായിട്ടുള്ള സ്റ്റോംസ് എന്നൊക്കെ തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് കാണിക്കുന്നത് നമ്മുടെ എല്ലാ ഭയങ്ങളും, അതായത് ഭീകരമായിട്ടുള്ള വൈകാരിക വിക്ഷുബ്ധത ചിലപ്പോഴൊക്കെ നമ്മുടെ ഈ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ നമ്മുടെ കുടിയന്മാരുടെ ലോകത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ആത്മവിശ്വാസം എല്ലാ കൊടുങ്കാറ്റുകൾക്ക് ശേഷവും തുടർന്നു വരുന്ന ഒരു ശാന്തത ഉണ്ടാകും എന്നത്, അത് ബിൽ വിൽസൺ എഴുതിയിരിക്കുന്നത് വളരെ കൃത്യമായ കാര്യമാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു ആത്മവിശ്വാസമാണ് എല്ലാ കൊടുങ്കാറ്റുകൾക്ക് ശേഷവും അതിനെ തുടർന്ന് വരുന്ന ഒരു ശാന്തത ഉണ്ടാവും എന്ന്. കൂടുതൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു ശാന്തത, കൂടുതൽ കാരുണ്യത്തോടെ ഉള്ളത്, കൂടുതൽ സഹിഷ്ണുതയോടെ ഉള്ളത് എന്നതിനേക്കാൾ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഒന്ന്. വാസ്തവത്തില് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ ബിൽ വിൽസൺ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ലാംഗ്വേജ്, അദ്ദേഹത്തിന്റെ ഭാഷ, അതൊരു വല്ലാത്ത നമ്മളെ ത്രസിപ്പിക്കുന്ന, വളരെ വളരെ ഇപ്പൊ തന്നെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷിലുള്ള ആ ഭാഗം നമുക്ക് എല്ലാവർക്കും ഈ ലഘുലേഖ എടുത്ത് വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ ആ ലാസ്റ്റ് പാർട്ട് ഞാനത് വായിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാനത് എൻ്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഏറ്റക്കുറിച്ചുകൾ ഉണ്ടാവാം, ആശയം ഇങ്ങനെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അത് വായിച്ചു നോക്കിയാൽ സ്വന്തമായിട്ട് അതെടുത്ത് നിങ്ങൾക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും അതില് എന്തായാലും ഈ ഒരു ഓക്കെ, ഞാൻ അതെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് പേജ് മാറിപ്പോയി, അതാണ് ഞാൻ തപ്പിപ്പോയത്. ഞാൻ ആ ലാസ്റ്റ് പാരഗ്രാഫ് പെർഹാപ്സ് our confidence that every storm will be followed by a calm which is more understanding, more compassionate, more tolerant than any we ever knew before. അപ്പോ ഇത്രയും പറഞ്ഞാണ് ബിൽ വിൽസൺ ഈ
നമ്മുടെ മൂന്നാമത്തെ പാരമ്പര്യത്തെ കുറിച്ചുള്ള, അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത്. മൂന്നാമത്തെ പാരമ്പര്യം നമ്മുടെ അംഗത്വത്തെ കുറിച്ചാണെങ്കിലും അതിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഒരു വസ്തു വല്ലാത്ത ഒരു എന്താണ് കമ്പാഷനെ, ഒരു വല്ലാത്ത ഒരു കമ്പാഷനും കരുണയും ഇവിടെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് അത് പറയുന്നത്. എല്ലാ കൊടുങ്കാറ്റുകൾക്ക് ശേഷവും തുടർന്നു വരുന്ന ഒരു ശാന്തതയുണ്ട്, കൂടുതൽ മനസ്സിലാക്കപ്പെടുന്ന ഒരു ശാന്തത, കൂടുതൽ കാരുണ്യത്തോടെ ഉള്ളത്, കൂടുതൽ സഹിഷ്ണുതയോടെ ഉള്ളത് എന്നതിനേക്കാൾ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഒന്ന്. അപ്പോ ഒരുപക്ഷെ നാളെ ഒരു അംഗം വന്ന് എൻ്റെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുമ്പോൾ ഞാൻ ആ മനുഷ്യന്റെ കണ്ണില് സ്നേഹത്തോടെ ഒരുപക്ഷെ നോക്കിയിട്ട് ഒരൊറ്റ വാക്ക് മിണ്ടാതെ തിരിഞ്ഞ് നടന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ആ മനുഷ്യന്റെ വാക്കുകളോ വൈകാരിക പ്രകടനമോ ഒന്നും തന്നെ എൻ്റെ മനസ്സിൽ ഒരു മുറിവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കൂടുതൽ സഹിഷ്ണുത എന്നതിനേക്കാൾ നമ്മൾ ഇതിനു മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത ഒന്ന്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ നമ്മുടെ